ഓൾ സെറ്റ്? യെസ്. പൊളിക്കാൻ പോയല്ലേ എപ്പിസോഡ്? എന്ത് പരിപാടി ഉണ്ടല്ലോ ഇന്ന് പരിപാടി ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴേ കുറേ ആളുകൾ വാചകം അടിക്കാൻ നമുക്ക് അങ്ങ് പരിപാടിയിലേക്ക് നേരിട്ട് തുടങ്ങാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ ടീച്ചർ. സംഭവം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാണേ. കരി നമ്പർ 1 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഞാൻ ചിലപ്പം ഒരു വസ്തുവായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൃഗമായിരിക്കാം, ഒരു ജീവനുള്ളൊരു സാധനമായിരിക്കാം, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നൊരു സാധനമായിരിക്കാം, അങ്ങനെ എന്തുമാകാം. പക്ഷെ ഈ പറയുന്ന സംഭവത്തിനെ ചേർത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടിട്ടോ സിനിമയിലുള്ളതോ അത് മുഖ്യ കഥാപാത്രമായി വരുന്ന രീതിയിലുള്ള സിനിമ പേരുകളായിരിക്കണം പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് 5 എണ്ണമെങ്കിലും പറയണം. 3 പേര് ഒരേ ടീമാണോ? നോ 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 നോ, യു ആർ ഓൾ ഇൻഡിവിജ്വൽസ്. ഇപ്പൊ മലയാളത്തിലാണോ പറയേണ്ടത്? മലയാളത്തിൽ പാവം ബാലയ്ക്ക് പണിയായിരിക്കും. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതിനല്ലേ മാലാഖയെ പോലെ ഞാനുള്ളത്. ഞാൻ ഹെൽപ്പ് ചെയ്യും. എവറിബഡി വിൽ ഹെൽപ്പ്, ഡോ വറി. അതൊന്നും ഒരു പ്രശ്നമല്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മമ്മൂക്ക എന്ന് പറയുകയാണെങ്കിൽ എളുപ്പത്തിന് നമുക്ക് 5 മൂവി പറയാൻ പറ്റും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, ഒരു വസ്തുവായിരിക്കാം, ഒരു മൃഗമായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. ഇനി നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇക്കാ, ഞാനാണോ? ആസ് ഓൾവേസ് ഇക്കയിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ശരി. കടൽ. കടൽ പശ്ചാത്തലമായിട്ടുള്ള സിനിമകൾ 5 എണ്ണം. ചെമ്മീൻ, ചാകര, അമരം. അമരം, പിന്നെ തിരകൾക്കപ്പുറത്ത്. തിരകൾക്കപ്പുറത്ത് ചെമ്മീൻ, ലങ്ക. ലങ്ക, ലങ്ക, 5 മഹാസമുദ്രം. ഇപ്പൊ മനസ്സിലായില്ലേ? ഗെയിമിങ്ങിനാണ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ശരി, അടുത്ത പക്രു ചേട്ടനാണ്. പക്രു ചേട്ടാ ജയിക്കണം വേഗം. പക്രു ചേട്ടനുള്ള ടോപ്പിക് ആന. ആനയ്ക്കൊരു ഉമ്മ. ആനയ്ക്കൊരു ഉമ്മ. അമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവൻ. കുട്ടിയും കോലും. രാപ്പകല്. രാപ്പകൽ. പ്രായിക്കര പാപ്പാൻ. ഇപ്പൊ കറക്റ്റ്. ഇനിയുണ്ട് ഗജകേശ്വരി യോഗം ഉണ്ട്. പിന്നെ ആന അലലലലലോ ഈ പട്ടണത്തിൽ ഭൂതം. ഓക്കെ, കറക്റ്റ്. എന്റെ ദൈവമേ, തെറ്റായി. അടിപൊളി. ഇനി അടുത്തതാണ് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നത് കേട്ടില്ല. എന്തോ നാദിഷിക്ക ഫിലിമിലെ ഡയറക്ടർ ആവുന്ന മുമ്പേ നാദിഷിക്കയുടെ പാരഡിയെ ഇതിനെ അഭിനയിച്ചില്ലേ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതില്. അയ്യോ, അതിനൊരു കോമഡി പറയട്ടെ. ഈ പിന്നെ ഒരു കൂടി പറഞ്ഞു ഈ സാധനം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ പഴയ ഒരു സുഹൃത്ത് ഇങ്ങനെ കയറി വന്നത്. എൻ്റെ ഡ്രൈവറായിരുന്നു. അവനിങ്ങനെ കയറി വന്നു. ഞാൻ പറഞ്ഞു തെങ്ങുംതോപ്പ്, പുഴ, വാഴത്തോട്ടം, ഇത് 3 വേണം. അപ്പോഴേക്കും അവൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുണ്ട്. ഞാൻ പറയാം എവിടെ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ പറഞ്ഞ 3 സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ശരി. പിന്നെ വേറെ ലൊക്കേഷൻ നോക്കാനുള്ള ടൈം ഒന്നുമില്ല. ഈവനിങ് ആയി, ലൈറ്റ് പോവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ഷൂട്ടിങ്ങാണ് പാലയിടൊക്കെ. അങ്ങനെ പോയി ഒരു തെങ്ങുംതോപ്പ്. അപ്പോൾ ഒരു വൃത്തികെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അവിടെ ചെന്നിറങ്ങി ഞാൻ ചോദിച്ചു ഇതാണോ സ്ഥലം? അപ്പം പറഞ്ഞു പുഴ. അത് ശരി. തെങ്ങുംതോപ്പ് അത് കണ്ട്, വാഴത്തോട്ട്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഷൂട്ട്? അല്ല ഇവിടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പം 2.5 ലക്ഷമാണ് സെന്റിന് പറയണത്. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ 1.5 രൂപ കിട്ടും. ഇവ വിചാരിച്ചു ഞാൻ ഈ സ്ഥലം മേടിക്കാനെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ സ്ഥലം കണ്ടില്ല. അതാണ് അത് ഷൂട്ട് ചെയ്തപ്പോ അതുകൊണ്ട് ഞാൻ ഓർത്താണ്. ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പൊ എന്തായാലും അയ്യോ റെഡി. ഇത്രയൊക്കെ മെമ്മറീസ് ഒക്കെ പറയും. ഇനി ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള ഞാൻ തരാന്ന് വിചാരിച്ചു. ഉത്സവം സിനിമ ഉണ്ട്. ഉത്സവം ചോട്ടാ മുംബൈ ക്ലൈമാക്സിലെ ഉത്സവം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഉത്സവ പിറ്റേന്ന്. പിന്നെ ഉത്സവ പിറ്റേന്ന് ഇപ്പത്തെ റീസെന്റ് കുറെ മൂവീസ് ഉണ്ട്. ഈ പുഴയും കടന്ന് കുടമാറ്റം. ഒരെണ്ണം കൂടെ ഹെൽപ്പ് ചെയ്യ്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഇതിപ്പോ നിങ്ങളൊരു ബെൽറ്റായി അല്ലേ? നിങ്ങൾ ഇത്രയും പേര് 3 പേരുടെ ഹെൽപ്പ് ചെയ്ത് 2 പേരുടെ ഹെൽപ്പ് ചെയ്ത് ബാലചരൻ ജയിച്ചു. നമ്മളൊരു ബെൽറ്റാന്ന് പറഞ്ഞേ.
അജയ് ചേട്ടന് എലീന താങ്ക് യു. അമൃത TV എല്ലാം ഒരു ബെൽറ്റാണ്. ഒരു ബെൽറ്റാണ്. സൂപ്പർ. കൊള്ളായിരുന്നു ഉത്സവം. പക്ഷേ ഞാൻ കാഫി ചോദിച്ചു, കൊടുത്തില്ല. കുറച്ച് കമ്മിയാ ചോദിക്കും, കൊടുക്കും. വച്ചിരിക്കാം ഉനക്ക്. അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ചെയ്തു. രസകരമായിട്ട് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും. നിങ്ങളൊക്കെ ഇത്രയും സിനിമയിൽ ചെയ്യുന്നോണ്ടോ ഞാൻ ചോദിച്ചത്. എന്നോടൊക്കെ ചോദിച്ചാൽ ഞാനിവിടെ ബപ്പ 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 വെച്ച് നിന്നേനെ. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ നമ്മൾ ഈ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്.